വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസം, പ്രധാനപ്പെട്ട ദിവസവും അവരുടെ മാണിസാർ. നമുക്കറിയാവുന്ന പോലെ തന്നെ 2019 ഏപ്രിൽ 9-നാണ് അദ്ദേഹം അന്തരിച്ചത്. 1965 മുതൽ 2019 വരെ പാലാ നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 25 വർഷക്കാലം സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഒപ്പം തന്നെ 1978 അധ്വാന വർഗ സിദ്ധാന്തം ആവിഷ്കരിച്ചു, 13 ബജറ്റുകൾ അവതരിപ്പിച്ചു. അങ്ങനെ പാലായുടെ സ്വന്തം മാണി, അല്ലെങ്കിൽ കെ എം മാണി എന്ന് പറഞ്ഞാൽ പാല, പാല എന്ന് പറഞ്ഞാൽ കെ എം മാണി, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മാണിസാറിൻ്റെ കാലത്തിന് ശേഷം കേരള കോൺഗ്രസിന് കാര്യമായിട്ടുള്ള ഒരു പിടി പാലായിൽ ലഭിച്ചിരുന്നില്ല. ഒരു ബൈ ഇലക്ഷനിലും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഇലക്ഷനിലും പരാജയപ്പെടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ തവണ ഇലക്ഷനിൽ ജോസ് കെ മാണിക്ക് വലിയൊരു പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഇത്തവണ ആ പാല തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തിറങ്ങിയിരിക്കുന്നത്. വലിയ പ്രചരണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രചരണവുമായി പാലായിലെത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ വോട്ടിംഗ് നടക്കുന്ന ദിവസം അത് കെ എം മാണി അന്തരിച്ച ദിവസമാണ്. അപ്പോൾ കെ എം മാണിയെ ഓർത്ത് വോട്ട് ചെയ്യണമെന്ന് ഒരു ആഹ്വാനം നൽകിയിട്ടാണ് പിണറായി വിജയൻ പാലായിൽ നിന്നും മടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടമായ ദിവസത്തിൽ ഈ ഒരു വോട്ടിംഗ് വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം നിർണായകമാണ്. എന്തായാലും രാവിലെ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ കല്ലറയിലെത്തി ഒപ്പീസ് ചൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ കേരള കോൺഗ്രസും എമ്മും ജോസ് കെ മാണിയും പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് കേരള കോൺഗ്രസുകൾ, പി ജെ ജോസഫ് ഏകദേശം 10 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പി ജെ ജോസഫ് മാത്രമല്ല, മറ്റ് കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത് വലിയൊരു പരിപാടിയായിട്ട് നടത്താറുള്ളതാണ് ഈ കെ എം മാണിയുടെ ചരമവാർഷികം. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ മറ്റ് പരിപാടികളിലേക്കൊന്നും പോകുന്നില്ല. കല്ലറയിലെ പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് എന്നുള്ള വിവരമാണ് ജോൺസണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ എം മാണിയുടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ട് 7 കൊല്ലം തികയുന്ന ഓർമ്മ ദിനമാണ് ഇന്ന്. കുടുംബത്തോടൊപ്പം ജോസ് കെ മാണി പാലയിലെ LDF സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തുറയിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറയിൽ ക്യൂ നിൽക്കുക. അതുപോലെ തൊട്ടു പിന്നിൽ കെ ബാബു ഉണ്ട് അല്ലേ? അതെ.